ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയ്ക്ക് ശേഷം നടക്കുന്ന ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് മധ്യനിര ബാറ്ററായ ശ്രേയസ് അയ്യർ തിരികെയെത്തി. തിലക് വർമ്മയുടെ പരിക്കിനെ തുടർന്ന് താരത്തിന് പകരമായിട്ടാണ് ശ്രേയസിനെ ടീമിൽ എടുത്തിരിക്കുന്നത്. 2020 ലോകകപ്പിന് മുമ്പായിട്ട് ഇന്ത്യ ന്യൂസിലാൻഡ് ട്വന്റി പരമ്പരയിലാണ് ശ്രേയസിനെ BCCI ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അണ്ടർ-19 ഏകദിന ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയെ അട്ടിമറിച്ചു അഫ്ഗാനിസ്ഥാൻ. ഗ്രൂപ്പ് ഡിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ 28 റൺസിനായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 8 വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത ഓവറിൽ 266 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയെ 47-ാം ഓവറിൽ 238 റൺസിന് അഫ്ഗാനിസ്ഥാൻ പുറത്താക്കി. ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് അപ്രതീക്ഷിത തോൽവി ഏറ്റ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥിതി പരുങ്ങലിലായിരിക്കുകയാണ്. ഗ്രൂപ്പിൽ ആദ്യ മത്സരങ്ങളിൽ വിജയിച്ച വെസ്റ്റ് ഇൻഡീസും അഫ്ഗാനിസ്ഥാനുമാണ് 1-2 സ്ഥാനങ്ങളിൽ പോയിന്റ് ടേബിളിൽ ഉള്ളത്. അണ്ടർ-19 ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാന് തോൽവി. ഗ്രൂപ്പ് ബിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് 37 റൺസിനായിരുന്നു പാകിസ്ഥാന്റെ പരാജയം. ബൗളർമാർ നിറഞ്ഞാടിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 46-ാം ഓവറിൽ 210 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാനെ 46-ാം ഓവറിൽ 173 റൺസിന് ഇംഗ്ലണ്ട് പുറത്താക്കുകയായിരുന്നു. 65 റൺസ് നേടിയ പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ ഫർഗാൻ യൂസഫാണ് പാക് നിരയിലെ ടോപ്പ് സ്കോറർ ബാറ്റർ.